അരയ്ക്കു താഴെ തളർന്നു കിടക്കുന്ന 13 വയസ്സുകാരി മകളുമായി വാടക വീട്ടിൽ കഴിഞ്ഞുവന്ന കൊല്ലം അഞ്ചൽ ഏറം സ്വദേശിനി സുജയ്ക്ക് ഇനി മകളുമായി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയതോടെയാണ് അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിലെ നല്ലപാഠം പദ്ധതിയിലൂടെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നൽകിയത്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വീടിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതും സുഖമില്ലാത്ത മകളുമായി വാടക വീട്ടിൽ കഴിയുന്ന സുജയുടെ ദുരിത ജീവിതം കാരുണ്യ പ്രവർത്തകൻ അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബോവാസ് മാത്യുവിനെ അറിയിച്ചു. തുടർന്ന് ഫാദർ സുജയുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന വീട് സന്ദർശിക്കുകയും അടിയന്തരമായി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ആദ്യം വീട്ടുമുറ്റത്ത് കിണർ നിർമ്മാണമാണ് ആരംഭിച്ചത്. സുജയ്ക്കും മകൾക്കും വീട് താമസയോഗ്യമാക്കി നൽകുവാൻ 1 മാസത്തിനുള്ള സമയം മാത്രമാണ് വേണ്ടിവന്നത്. 1 മാസം കൊണ്ട് ആ പണികൾ പൂർത്തിയാക്കി ഇന്ന് ഈ പ്രിയപ്പെട്ട സഹോദരിക്കും മകൾക്കും ഇവിടെ ഒരുമിച്ച് താമസിക്കാനായിട്ട് കഴിയുന്നു. അത് ഞങ്ങൾക്കും സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയ സന്തോഷമാണ്. കുഞ്ഞുങ്ങൾ ഈ വർഷത്തെ നല്ലപാഠം പദ്ധതിയിൽ 4 വീടുകളാണ് ഇപ്രകാരം പൂർത്തിയാക്കി താമസയോഗ്യമാക്കി കൊടുത്തത്. നല്ലപാഠം ഈ വർഷം ഏറ്റെടുത്ത പരിപാടികൾ ഈ ഒരു വീട് പൂർത്തിയാകുന്നതോടുകൂടി ഈ അധ്യയന വർഷത്തിലെ എല്ലാ പരിപാടികളും പൂർത്തിയാവുകയാണ്. ഈ വർഷം ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ വിവിധ ജീവകാരുണ്യ പരിപാടികൾക്കും മാതൃകാപരമായ മറ്റ് പരിപാടികൾക്കുമാണ് സ്കൂളിലെ നല്ലപാഠം നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള നന്മയുടെ പാഠങ്ങൾ പഠിക്കുന്നത് സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നൽകുന്ന ഒരു കാര്യമാണ്. സഹജീവികളോട് അനുകമ്പയും സ്നേഹവും അവരുടെ ചെറുപ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളത് ലോകം അസമാധാനത്തിലും ക്രൂരമായ പ്രവൃത്തികളിലും മുന്നേറുമ്പോൾ നമ്മുടെ പുതിയ തലമുറ പരസ്പരം സ്നേഹിച്ചും കരുതിയും കാരുണ്യം ചെയ്തും ജീവിക്കാൻ പഠിക്കേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് സെൻറ്റ് ജോൺ സ്കൂൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരു വലിയ മൂല്യമാണ് കുട്ടികളെ ഇതിലൂടെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. സെന്റ് ജോൺ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബോവാസ് മാത്യു നല്ലപാഠം പദ്ധതിയുടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സുജ വീടിന്റെ പാലുകാച്ച് ചടങ്ങ് നിർവഹിച്ചു. സുഖമില്ലാത്ത മകളുമായി വാടക വീട്ടിൽ കഴിഞ്ഞുവന്ന സുജയ്ക്ക് ഇതോടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അച്ഛനെ ഇവിടെ കൊണ്ടുവരുന്നതും വീടിന്റെ പണി ബാക്കിയുള്ള പണി പൂർത്തീകരിച്ച് ചെയ്യാമെന്ന് ഏറ്റ് 1 മാസം കൊണ്ട് എല്ലാം പൂർത്തിയാക്കി നമുക്ക് താമസിക്കാനുള്ള യോഗ്യമാക്കി തന്നിട്ടുണ്ട്. എല്ലാം ഒരുപാട് നന്ദി നമസ്കാരവും ഉണ്ട്. എനിക്കിപ്പോൾ താമസിക്കാനെ കൊണ്ട് നമ്മൾ 10 വർഷം കൊണ്ടേ വാടകയ്ക്കായിരുന്നു. അവിടെ ഇവിടെ എല്ലാം എനിക്കൊരു വയ്യാത്ത മോളുണ്ട്. മോളെയും കൊണ്ട് നമ്മളിങ്ങനെ മാറി തിരിഞ്ഞു എല്ലാം വാടകയ്ക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അച്ഛൻ വന്ന് ബാക്കി പണികളെല്ലാം ഏറ്റെടുത്ത് 1 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ച് തന്നു. ഇന്ന് പാല് കാച്ചാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അതിന് അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ, ടീച്ചറുണ്ട്, പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഒരുപാട് ഇത്തരത്തിൽ നിർമ്മാണം മുടങ്ങിക്കിടന്ന 4 വീടുകളാണ് അടുത്തിടെ അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ നല്ലപാഠം പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കി നൽകിയത്.